ആഴ്ചക്കാഴ്ച നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഷൊർണൂർ ബ്രാഞ്ച്. നമസ്കാരം. ആഴ്ചക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണി സർക്കാരുകൾ PSCയെ നോക്കുകൊത്തിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് BMS സംസ്ഥാന കമ്മിറ്റി അംഗം V. ശിവദാസൻ. BMS ഷൊർണൂർ മേഖലാ സമ്മേളനം കുളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BMS ഷൊർണൂർ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനമുണ്ടായിരുന്നു. തുടർന്ന് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തലുമുണ്ടായി. തുടർന്ന് മേഖലാ സമ്മേളനം BMS സംസ്ഥാന സമിതി അംഗം V. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. കേരളം മാറി മാറി ഭരിച്ച ഇടത് വലതുപക്ഷ സർക്കാരുകൾ PSCയെ നോക്കുകുത്തിയാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് ഉടൻ PSC വിജ്ഞാപനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോവിഡ് സമയത്ത് നമ്മുടെ അനവധി പ്രവർത്തകർ നഷ്ടപ്പെട്ടു. അനവധി കുടുംബനാഥങ്ങളില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നു. മക്കളെ പഠിപ്പിക്കാൻ വഴിയില്ല. മാരക രോഗങ്ങൾ വന്നു. ആ സമയത്ത് ഭാരതീയ മുസ്ലിം സംഘത്തോട് ചോദിച്ചു നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകന്മാരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം BMS ആണെന്നുള്ള ഒരു തീരുമാനപ്രകാരമാണ് അന്ന് സർക്കാർ ജീവനക്കാർക്കെല്ലാം ശമ്പളം കിട്ടുന്ന സമയത്ത് അവരിൽ നിന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആ സേവാനിധി സ്വരൂപിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഈ സമയം വരെ 12 കോടി രൂപയാണ് നമുക്ക് നൽകാൻ കഴിഞ്ഞിരിക്കുന്നത്. മേഖലാ പ്രസിഡന്റ് R. K. അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K. രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം മധുസൂദനൻ, KP ജയരാജൻ, ശശി ചോറൂട്ടൂർ, ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി മേഖലാ പ്രസിഡന്റ് KP ജയരാജൻ, സെക്രട്ടറി ശശി ചോറൂട്ടൂർ, ട്രഷറർ ഗംഗാധരൻ തുടങ്ങിയവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. ലേബർ കോഡിലെ തൊഴിലാളി നയത്തിന് എതിരെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരപരിപാടികൾ നടത്താനും തീരുമാനിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഭാര്യ ഭർത്തൃബന്ധം കരുത്തുറ്റതാക്കാൻ വിവാഹപൂർവ്വ കൗൺസിലിംഗ് നിർബന്ധമാക്കണമെന്ന് വനിതാ കമ്മീഷൻ. വിവാഹാനന്തരവും ദമ്പതികൾ കൗൺസിലിംഗിന് വിധേയമാകുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കുമെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. പാലക്കാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന വനിതാ കമ്മീഷനിൽ 33 പരാതികൾ ലഭിച്ചു. 5 പരാതികൾ തീർപ്പാക്കി. 28 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അംഗങ്ങളായ VR മഹിളാമണി, P. കുഞ്ഞായിഷ എന്നിവരുടെ നേതൃത്വത്തിൽ സിറ്റിംഗ് നടത്തി. ആകെ 33 പരാതികൾ ലഭിച്ചു. 5 പരാതികൾ തീർപ്പാക്കി. 28 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. ഗാർഹിക പീഡനം, അതിർത്തി തർക്കം എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് കൂടുതലായി ലഭിച്ചത്. വനിതാ സെൽ SI P. ധനലക്ഷ്മി, CPO K. വിജില തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ ട്രെയിനിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. പെൺകുട്ടിയുടെ പരാതിയിൽ രാജസ്ഥാൻ സ്വദേശിയെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹയാത്രക്കാരൻ എടുത്ത ചിത്രങ്ങളും പുറത്തുവന്നു. ഇന്ന് രാവിലെ 7 മണിയോടെ ഷൊർണൂരിലെത്തിയ മഡ്ഗോൺ എറണാകുളം എക്സ്പ്രസ്സിലാണ് സംഭവം. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് യാത്ര തിരിച്ച യുവതിയുടെ അടുത്ത് രാജസ്ഥാൻ കരുളി സ്വദേശിയായ സതീഷ് കുമാർ മീണ വന്നിരുന്നു. ട്രെയിൻ പട്ടാമ്പി എത്തിയപ്പോൾ ഇയാൾ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. മറുവശത്തെ സീറ്റിലിരിക്കുന്ന യാത്രക്കാരൻ ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ട്രെയിനിൽ നിന്ന് തന്നെ യുവതി റെയിൽവേ പോലീസിനെ വിളിച്ച് ദൃശ്യങ്ങൾ ഉൾപ്പെടെ അയച്ചു നൽകി പരാതി നൽകുകയായിരുന്നു. ട്രെയിൻ ഷൊർണൂരെത്തിയപ്പോൾ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടകര കോഴിക്കോട് ഭാഗത്ത് ടൈൽസ് ജോലി ചെയ്തു വരികയാണ് പ്രതി. വടകരയിൽ നിന്നും ഷൊർണൂർ എത്തി അവിടെ നിന്നും കോയമ്പത്തൂർ വഴി രാജസ്ഥാനിലേക്ക് പോകാനായിരുന്നു ഇയാൾ തീരുമാനിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളിലെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. സംരക്ഷണ ഭിത്തി കെട്ടുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് പ്രവൃത്തികൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 11 തിങ്കളാഴ്ചയായിരുന്നു ഭാരതപ്പുഴ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പ്രവർത്തനത്തിന്റെ ശിലാസ്ഥാപനം നടന്നത്. അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ശിലാസ്ഥാപനം നടത്തിയത്. ഇന്ന് 2026 ഓഗസ്റ്റ് 11 പദ്ധതി പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 വർഷം തികയുന്നു. ഇപ്പോഴും ആദ്യഘട്ടം പൂർത്തിയായിട്ടില്ല. ഇടയ്ക്ക് പ്രവൃത്തികൾ നടക്കാറുമില്ല.
അതേസമയം ഇപ്പോൾ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിന്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് നടക്കുന്നത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 2024-25 സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തയ്യാറാക്കിയിട്ടുള്ള നിള റിവർ ഫ്രണ്ട് ഡെവലപ്മെന്റ് പ്രൊജക്ടിലെ ഈ പദ്ധതി മൈനർ ഇറിഗേഷനാണ് നിർവഹണ ഏജൻസി. ഷൊർണൂർ നഗരസഭയുടെ ഒരു സുപ്രധാന പദ്ധതി കൂടിയാണിത്. ആദ്യഘട്ടത്തിൽ പുഴയോരത്ത് കരിങ്കൽ കൊണ്ട് സംരക്ഷണ ഭിത്തി തയ്യാറാക്കുന്ന പ്രവൃത്തികളാണ് നടപ്പാക്കുന്നത്. ഈയിടെ പ്രവൃത്തികൾ നിർത്തിവച്ചത് ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടായിരുന്നുവെന്ന് കമ്പനി അധികൃതർ പറയുന്നു. അതിനുശേഷം പ്രവൃത്തികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിന്റെ പ്രവൃത്തികളുടെ അവസാന ഘട്ടമാണിപ്പോഴെന്നും കമ്പനി അധികൃതർ പറയുന്നു. കൃത്യമായ അടിത്തറ ഒരുക്കി 450 മീറ്റർ നീളത്തിലാണ് സംരക്ഷണ ഭിത്തി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അവസാനവട്ട മിനുക്കുപണികളാണ് നടക്കുന്നത്. PG കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല. രണ്ടാം ഘട്ടത്തിലാണ് മറ്റു സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവേചനപരമായ നടപടിക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ 7ാം വാർഡ് മെമ്പർ മാലതിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ CPM മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ CPM മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ധർണയും സംഘടിപ്പിച്ചു. മുള്ളൂർക്കര CPM ഓഫീസിൽ നിന്നും തുടങ്ങിയ മാർച്ചിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. CPM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം KS ദിലീപ് ഉദ്ഘാടനം ചെയ്തു. മറിച്ച് ഭരണഘടന അസംബ്ലിയാണ് തീരുമാനിക്കുന്നത്. വന്ദേ മാതരത്തിന്റെ പൂർണ്ണമായ ആലാപനം മതനിരപേക്ഷ ഇന്ത്യയിൽ വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ഭരണഘടന അസംബ്ലിയാണ്. അതിനുശേഷമോ ലോകത്തിന് മുൻപിൽ ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞ മഹാമനുഷ്യരിൽ പ്രധാനിയായ ജവഹർലാൽ നെഹ്റു തന്നെ, കോൺഗ്രസിന്റെ നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞത് ഈ വന്ദേ മാതരം പൂർണ്ണമായും ഇന്ത്യയിൽ ആലപിക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ മിനിഞ്ഞാന്നായി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഒരു കുറിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു, ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ ആഗസ്റ്റ് മാസം 15-ാം തീയതി എല്ലായിടങ്ങളിലും ഈ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണം എന്ന പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഏത് കുട്ടിയോട് ആര് ചോദിച്ചാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്നത് ആര് എന്ന ചോദ്യത്തിന് പല കുഞ്ഞുങ്ങളും ഉത്തരം പറയുക ഇന്നും മഹാത്മാഗാന്ധി എന്ന്. വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം MH അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. മറ്റു നേതാക്കന്മാരായ KM ഹരിദാസ്, V രഘു, ഹക്കീം മാറ്റൂർ, A നസീറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മലയാളികൾക്ക് പൂക്കളം ഇല്ലാതെ എന്തോണം? പൂവില്ലെങ്കിലും ഇനി പൂക്കളം ഇല്ലെന്ന പരാതി ആർക്കും ഉണ്ടാവില്ല. കാലം മാറിയതോടെ പൂക്കളവും റെഡിമെയ്ഡ് ആവുകയാണ്. വാണിയംകുളം കൂനത്തറയിൽ നിന്നുമുള്ള ഒരു പൂക്കള നിർമ്മാണം കാണാം. വിവിധ നിറങ്ങളിലുള്ള വോളൻ ക്ലോത്ത് ഉപയോഗിച്ച് മനോഹരമായ പൂക്കളം, റെഡിമെയ്ഡെങ്കിലും ഒറിജിനലിനെ വെല്ലുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ടുള്ള പണിപ്പുരയിലാണ് വാണിയംകുളം കൂനത്തറ രത്നവിലാസിൽ ആതിര. പൂക്കളം ഒരുക്കാൻ പൂക്കൾ ലഭിക്കാത്ത പ്രവാസി മലയാളികളാണ് പ്രധാന ആവശ്യക്കാർ. ഗൾഫ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമെല്ലാം ഓർഡറുകളുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ആവശ്യക്കാർ എത്തുന്നത്. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓണസമയത്ത് നമ്മുടെ പൂക്കളം. പൂക്കൾ ലഭ്യമല്ലാത്ത രാജ്യങ്ങളിലും ഓരോ സിറ്റുവേഷനിലും നമുക്കിങ്ങനെ ആർട്ടിഫിഷ്യൽ പൂക്കളങ്ങൾ, റെഡിമെയ്ഡ് പൂക്കളങ്ങൾ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഓണത്തിന് തുടങ്ങിയതായിരുന്നു. ഇത്തവണ കുറച്ച് കൂടുതൽ ഓർഡറുകളുണ്ട്. വീട്ടിലെ ചെറിയൊരു മുറി ആതിരയുടെ കരവിരുതിൻ്റെ ലോകമായി മാറിയിട്ട് 5 വർഷം പിന്നിട്ടു. ഒരു പൂക്കളം നിർമ്മിക്കാൻ 5 ദിവസത്തോളം എടുക്കും. നെറ്റിപ്പട്ടവും മറ്റ് കരകൗശല ഉൽപ്പന്നങ്ങളും മ്യൂറൽ പെയിൻറ്റിങ്ങും, അങ്ങനെ ആതിരയുടെ ലോകം വിശാലമാണ്. ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന പൂക്കളാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്.
സോഷ്യൽ മീഡിയ വഴിയാണ് എനിക്ക് ഓർഡറുകൾ കൂടുതലും കിട്ടുന്നത്. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് ഫ്ലെക്സിൻ്റെ പ്രിൻറ്റിലും ബൂളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് കൂടുതൽ ഓർഡർ തരുന്നത്. ഫുള്ളും ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഡിസൈൻസ് ചെയ്യുന്നത്. തൃശൂർ കിലയിൽ നിന്നാണ് കരകൗശല കോഴ്സ് പൂർത്തിയാക്കിയത്. പരിശീലനത്തിലൂടെ നേടിയ അറിവിനൊപ്പം സ്വന്തം ആശയവും കൂടിയാകുമ്പോൾ ആരെയും അമ്പരപ്പിക്കുന്ന സൃഷ്ടികൾ. ഭർത്താവ് പ്രഭുവും കുടുംബവും കുടുംബശ്രീയുമെല്ലാം പൂർണ്ണ പിന്തുണയുമായി ആതിരയ്ക്കൊപ്പമുണ്ട്. പിന്നെ അത് ഞാൻ പഠിച്ചത് തൃശ്ശൂർ കില സെൻറ്ററിൽ നിന്നാണ്. 5 വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട്. ആർട്ടിനോടും ക്രാഫ്റ്റിനോടും താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇത് കൂടാതെ നെറ്റിപ്പട്ടങ്ങൾ, ആലവട്ടം, തിടമ്പ്, കാർ ഹാങ്ങിങ്, പിന്നെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ പിന്നെ ഹോം മെയ്ഡ് കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ടുണ്ട്, നാട്ടുകാരുടെയും സപ്പോർട്ടുണ്ട്. വാണിയംകുളം പഞ്ചായത്തിൽ നിന്ന് എല്ലാവരുടെയും നല്ല സപ്പോർട്ടിംഗ് ആണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം നടത്തി പിൻതലമുറക്കാർ. കർക്കിടക വാവിനോടനുബന്ധിച്ച് ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് 100 കണക്കിന് ആളുകൾ ബലിതർപ്പണ ക്രിയകൾ നടത്തി. കർക്കിടകവാവ് ബലിയോടനുബന്ധിച്ച് ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് സൗജന്യമായി ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നു. ഷൊർണൂർ ശാന്തിതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്മശാന തീരത്ത് മുൻവശം ഒരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു ബലിതർപ്പണ ക്രിയകൾ. പുലർച്ചെ 4-ന് ചടങ്ങുകൾ ആരംഭിച്ചു. ഒരേ സമയം 400-ൽ പരം ആളുകൾ ക്രിയകൾ നടത്തി. ബലിതർപ്പണത്തിന് 2 കർമ്മികൾ കാർമ്മികത്വം നൽകി. മണിക്കൂറോളം നീണ്ട ബലിതർപ്പണ ക്രിയയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. എത്തിച്ചേർന്നവർക്ക് ആവശ്യമായ പൂജാ സാധനങ്ങളും മറ്റു സൗകര്യങ്ങളും ട്രസ്റ്റ് പൂർണ്ണമായും സൗജന്യമായും നൽകി. മൺമറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് പിൻതലമുറ ശാന്തമുട്ടുന്ന പുണ്യദിനമാണ് കർക്കിടകവാവ്. സമർപ്പണം ചെയ്ത് ഭാരതപ്പുഴയിൽ ഇറങ്ങിയവർക്ക് കർശന മുൻകരുതലും നിർദ്ദേശവും നൽകിയിരുന്നു. ഷൊർണൂർ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, ആരോഗ്യ വിഭാഗം എന്നിവയുടെ സേവനവും ഉണ്ടായിരുന്നു. വാഹനങ്ങൾ പാർക്കിങ്ങിനും സൗകര്യമൊരുക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മലമ്പുഴ ഉദ്യാന നവീകരണം അനന്തമായി നീളുന്നതിൽ വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ച് BJP. കാടുകയറിയ ഉദ്യാനത്തിലേക്ക് പശുവും പുൽക്കുട്ടയുമായി BJP പ്രവർത്തകർ മാർച്ച് നടത്തി. ഉദ്യാന നവീകരണത്തിൽ വലിയ അഴിമതിയാണ് നടന്നതെന്നും ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നും ടൂറിസം മേഖലയായ മലമ്പുഴയുടെ തകർച്ചയിൽ നിന്നും MLAക്ക് ഒളിച്ചോടാനാകില്ലെന്നും BJP ആരോപിച്ചു. നവീകരണത്തിന്റെ പേരിൽ 11 മാസമായി ഉദ്യാനം അടഞ്ഞുകിടക്കുന്നതിന്റെ ഉത്തരവാദിത്തം MLAക്ക് കൂടിയാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കൃത്യമായി DPR പോലും തയ്യാറാക്കാതെയാണ് ഉദ്യാന നവീകരണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ സർക്കാർ ഏൽപ്പിച്ചത്. നവീകരണത്തിലുടനീളം നടന്ന വലിയ അഴിമതി വിജിലൻസ് അന്വേഷിക്കണം. ടൂറിസം മേഖലയായ മലമ്പുഴയുടെ തകർച്ചയിൽ നിന്ന് മലമ്പുഴ MLAക്ക് ഒളിച്ചോടാനാകില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് കേരളത്തിന്റെ വൃന്ദാവനമായ മലമ്പുഴ ഉദ്യാനം നവീകരണത്തിന് കേരള ടൂറിസം വകുപ്പിന് കേന്ദ്ര സർക്കാർ 75 കോടിയിലേറെ രൂപ അനുവദിച്ചോടെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ നവീകരണത്തിന്റെ ഭാഗമായി ഉദ്യാനം പൂട്ടിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ സർക്കാർ നൽകിയത്. ഇത് അഴിമതിക്ക് വേണ്ടിയാണ്. 10,000-കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഉദ്യാനം അടച്ചിട്ടതോടെ വ്യാപാരികളും പൊതുഗതാഗതവും ദുരിതത്തിലായെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്ന് മലമ്പുഴ ഉദ്യാനത്തിലേക്ക് ടൂറിസ്റ്റുകൾക്കല്ല വരാൻ കഴിയുക, മറിച്ച് കന്നുകാലികൾക്ക് പുല്ല് തിന്നാനുള്ള, മേഞ്ഞു നടക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് മലമ്പുഴ ഉദ്യാനം മാറിയിരിക്കുകയാണ്. മലമ്പുഴ ഉദ്യാനം കാട് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം സ്ഥലം MLAക്കും സംസ്ഥാന സർക്കാരിനുമാണ്. ഇതിന്റെ കരാർ ഏൽപ്പിച്ചതാരാ? CPMന്റെ സൊസൈറ്റിയെ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ കരാർ ഏൽപ്പിച്ചു. അവര് പറയുന്നത് മലമ്പുഴ ഉദ്യാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു DPR ആണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇതിന്റെ പ്രവൃത്തി എങ്ങനെയാണ് പൂർത്തിയാക്കുക? മലമ്പുഴയുടെ പ്രത്യേകത എന്താ? പച്ചപ്പാണ് മലമ്പുഴയുടെ പ്രത്യേകത. ഇവിടെ DPR പ്രകാരം ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ മലമ്പുഴ ഒരു ടൈൽസ് എല്ലാം പാകിയ ഒരു ഉദ്യാനമായിട്ട് മാറും. മലമ്പുഴയുടെ പച്ചപ്പില്ലാതാക്കുന്ന രീതിയിലാണ് ഇതിന്റെ DPR തയ്യാറാക്കിയിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് G. സുജിത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി N. ഷൺമുഖൻ, വിപിൻ, ജ്യോതിഷ്, ശരത്, BJP ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാർത്ഥികളെ അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ കയറ്റി നിയമം ലംഘിച്ച് യാത്ര നടത്തിയ സ്കൂൾ വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. സ്കൂൾ അധികൃതർക്ക് താക്കീത് നൽകി. വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. സ്കൂൾ ബസ്സുകളിൽ പരിധിയിൽ കൂടുതൽ കുട്ടികളെ കയറ്റി യാത്ര ചെയ്യുന്നതിനായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പരിശോധന നടത്തിയത്. പരിശോധനയിൽ 2 സ്കൂൾ ബസ്സുകളിൽ നിയമലംഘനം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് HSS അനങ്ങനടി, പനമണ്ണ UP സ്കൂൾ എന്നിവയുടെ വാഹനങ്ങൾക്ക് ഓവർലോഡിന് പിഴ ചുമത്തുകയും സ്കൂൾ അധികൃതർക്ക് താക്കീത് നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും സ്കൂൾ വാഹനങ്ങളിൽ പരിശോധന കർശനമായി തുടരുമെന്നും
മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ഡ്രൈവർ ബിനീഷും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കിടപ്പിലായ രോഗികൾക്ക് ഓണസദ്യ ഒരുക്കുന്നതിനായി സ്കൂളുകളിൽ സ്നേഹ ബക്കറ്റ് ഒരുക്കി മാതൃകയായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ 23 സ്കൂളുകളിൽ നിന്നായി ശേഖരിക്കുന്ന നൂറുകണക്കിന് ഭക്ഷ്യവസ്തുക്കളാണ് 120-ലേറെ രോഗികളുടെ വീട്ടിൽ എത്തിക്കുക. പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയും സഹകരണവുമാണ് ലഭിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പദ്ധതിയുടെ അമ്പലപ്പാറ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചുനങ്ങാട് MSVM-UP സ്കൂളിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ച വൈസ് പ്രസിഡന്റ് സൗദ സലീം നിർവഹിച്ചു. അമ്പലപ്പാറ പഞ്ചായത്തും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും ചേർന്നാണ് പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങളും ഓണം ആഘോഷിക്കുന്നതിനു വേണ്ടി സ്നേഹ ബക്കറ്റ് പദ്ധതി ആവിഷ്കരിച്ചത്. സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 120-ലേറെ രോഗികൾക്ക് ഓണപ്പുടവയടക്കമുള്ള 16 സാധനങ്ങളടങ്ങിയ ഓണക്കിറ്റ് നൽകുന്നതാണ് പദ്ധതി. ഇതിനുവേണ്ടി പഞ്ചായത്തിലെ 23 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളിൽ നിന്നാണ് ഓണസദ്യ ഒരുക്കുന്നതിന് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ ശേഖരിക്കുന്നത്. ഓരോ സ്കൂളിലും സജ്ജമാക്കിയ സ്നേഹ ബക്കറ്റിൽ വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടു നിറയ്ക്കും. ഇത് പിന്നീട് പഞ്ചായത്തിലെത്തിച്ച് ഓണക്കിറ്റാക്കി രോഗികൾക്ക് കൈമാറും. വ്യാഴാഴ്ചയോടെ എല്ലാ സ്കൂളിൽ നിന്നും സാധനങ്ങൾ ശേഖരിക്കും. പദ്ധതി അറിയിച്ചതോടെ ആദ്യമായി ചുനങ്ങാട് UP സ്കൂളാണ് സാധനങ്ങൾ വേഗത്തിൽ ശേഖരിച്ചത്. ഇതിലേക്ക് ആവശ്യമായ അരിയും മയിലമ്പുറത്തെ സ്വാമി വിവേകാനന്ദ BEd കോളേജിൽ നിന്നും സ്പോൺസർമാർ വഴിയുമാണ് ശേഖരിക്കുന്നത്. പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ കിറ്റിലേക്ക് ഓണപ്പുടവകൾ നൽകും. സാധനങ്ങൾ അധികം ലഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രോഗികൾക്ക് കിറ്റ് നൽകാനും പദ്ധതിയുണ്ട്. കിറ്റിലേക്ക് ലഭിക്കാത്ത സാധനങ്ങൾ കൂടി ചേർത്ത് കർഷക ദിനം കഴിയുന്നതോടെ കിറ്റുകൾ വിതരണം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അറിയിച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് ഈ തവണ ഓണം ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തുള്ള പാലിയേറ്റീവ് കുടുംബങ്ങളെ അവർക്കും ഒരു വിഭവസമൃദ്ധമായ ഓണം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായ പദ്ധതികളാണ് ആലോചിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികൾ സംഭാവന ചെയ്യുന്ന വിവിധ ഭക്ഷ്യവസ്തുക്കൾ അത് ശേഖരിച്ചുകൊണ്ട് സ്നേഹ ബക്കറ്റ് എന്ന പേരിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ശേഖരിച്ച് അവരിലും അവരുടെ രക്ഷിതാക്കളിലും പാലിയേറ്റീവ് രോഗികളോട് അനുകമ്പ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഇത്തരത്തിൽ സ്നേഹ ബക്കറ്റിലെ സാധനങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഇന്നു മുതൽ ഏറ്റുവാങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് കൈയിൽ മുറിവുകളേറ്റ നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യുവാവ് വണ്ടിയിൽ നിന്നും തോട്ടിലേക്ക് ചാടി. നാട്ടുകാരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷപ്പെടുത്തിയ യുവാവിനെ വാഹന വകുപ്പിന്റെ വണ്ടിയിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 10:30 സംഭവം. കയ്യിൽ മുറിവുകളേറ്റ നിലയിൽ യുവാവിനെ ബന്ധുക്കൾ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിലെത്തിയ വാഹനത്തിന്റെ ഡോർ തുറന്ന് യുവാവ് പാലത്തിന്റെ കൈവരിയിൽ കയറി തോട്ടിലേക്ക് ചാടുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പാലത്തിലെത്തിയപ്പോൾ വാഹനത്തിന്റെ വേഗം കുറഞ്ഞതോടെയാണ് ഇയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങിയത്. ഈ സമയം സ്ഥലത്തെത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ KR രഞ്ജന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ തോട്ടിലേക്ക് എടുത്തുചാടി ഇയാളെ രക്ഷിക്കുകയായിരുന്നു. പാലപ്പുറത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞു വരികയായിരുന്നു രഞ്ജൻ. പിന്നീട് മോട്ടോർ വാഹന വകുപ്പിന്റെ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വാഹനത്തില് മോണൊക്കെ മുഴക്കി വരുന്നുണ്ടോ, എന്താ സംഭവം അറിയാൻ വേണ്ടി ഹോസ്പിറ്റൽ കേസ് നോക്കി ഞങ്ങൾ സ്വാഭാവികമായിട്ട് വണ്ടി നമ്മൾ ഒതുക്കി കൊടുക്കുമല്ലോ. അതേപോലെ ഒതുക്കി കൊടുത്തപ്പോഴാണ് അവർ പയ്യൻ സ്കൂളിലേക്ക് കൂടിയിട്ട് ഈ തോട്ടിലേക്ക് എടുത്ത് ചാടുന്നതായിട്ട് കണ്ടത്. അപ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് പയ്യനെ പിടിച്ച് കയറ്റി നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ അവർ തന്നെ റിക്വസ്റ്റ് ആയിരുന്നു, കാരണം ആ വണ്ടിയിൽ പയ്യനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടി തന്നെ കൊണ്ടുവന്നിട്ട് ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇടവേള. KSFE ഷൊർണൂർ ബ്രാഞ്ചിൽ നിന്നും ഉടൻ ആരംഭിക്കുന്നു ബിസിനസ് ക്ലാസ് ചിട്ടി. 2 ലക്ഷം 25 മാസം, സല 50 ലക്ഷം. 30% ലേലക്കിഴിവിൽ ലഭിക്കുന്ന തുക 35 ലക്ഷം രൂപ. 30% ലേലക്കിഴിവിൽ തവണ സംഖ്യ 1,50,000 രൂപ. ഒപ്പം ഭാഗ്യശാലിക്ക് ലഭിക്കുന്നു മെഗാ ബമ്പർ സമ്മാനം 1.5 കോടിയുടെ വില്ല. കൂടാതെ മേഖലാതല സമ്മാനമായി 200 ഇലക്ട്രിക് സ്കൂട്ടറുകൾ. ശാഖാതലത്തിലും സമ്മാനങ്ങൾ വേറെയും. 10 ഒരാൾക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. കൂടാതെ മൾട്ടി ഡിവിഷൻ ചിട്ടികൾ 1 നറുക്കും 3 ലേലവും. 20,000 60 മാസം, സല 12 ലക്ഷം. നറുക്ക് പ്രൈസ് സംഖ്യ 11,40,000.
35% ലേലക്കിഴിവിൽ അടയ്ക്കേണ്ട തവണ സംഖ്യ 15,500 രൂപ. കൂടാതെ 10,000 60 തവണ സല 6 ലക്ഷം. നറുക്ക് പ്രൈസ് സംഖ്യ 5,70,70,000. 35% ലേലക്കിഴിവിൽ തവണ സംഖ്യ 7,750 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക KSFE ഷൊർണൂർ ശാഖ, സെന്റ് ആന്റണീസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ തകർന്നടിഞ്ഞ മുഴുവൻ ഗ്രാമീണ റോഡുകളും നന്നാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റും മണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും ജൽജീവൻ പൈപ്പിടൽ മൂലം തകർന്ന തരിപ്പണമായി വർഷങ്ങളായി കിടക്കുകയാണെന്നും ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റും മണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. വാർഡുകളിൽ നിന്നപ്പോഴും ജനങ്ങൾ യാതൊരു മടിയുമില്ലാതെ നിങ്ങളുടെ കോട്ടയാണ്, നിങ്ങളുടെ കൊത്തളങ്ങളാണെന്നൊക്കെ പറഞ്ഞാലും അവർ ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചത് ഇവിടെ കിടക്കുന്ന തകർന്ന റോഡുകൾ നന്നാവുമെന്ന് അവർക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെയാണ്. ജനങ്ങളുടെ ക്ഷേമകര പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഇടപെടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ജനകീയ പ്രശ്നങ്ങൾ തീർക്കുമെന്നുള്ള ആ ഉറപ്പ് കൊണ്ട് തന്നെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അതുപോലെ ഞങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ പറഞ്ഞത് ഓരോന്നായി കൊണ്ടുവരുന്നത്. ഞങ്ങൾ പാർക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ജിംനേഷ്യം കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ഞങ്ങൾ ബൈപ്പാസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളത് ഇനിയും കൊണ്ടുവരും. PM സാദിഖ് അലി അധ്യക്ഷത വഹിച്ചു. KP മുനീർ, PS സുലൈമാൻ, PU ഹക്കീം, CH ജബ്ബാർ, ഷഫീർ, മുസദിഖ്, CH അസീന, റുബീന, അൻവർ സാദിഖ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷബിത മുനീർ, ധന്യ കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്തിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലമ്പുഴ ഡാം ഏരിയയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജ് നിരന്തരം നിയമലംഘനം നടത്തുകയാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് M സുലൈമാൻ പറഞ്ഞു. ശാസ്ത്രീയമായി പ്രവർത്തിക്കാത്ത ഇമേജിനെതിരെ അന്വേഷണവും നടപടിയും വേണമെന്നും 1500 ടൺ മാലിന്യം അലസമായി കൂട്ടിയിട്ടിരിക്കുകയാണെന്നും സുലൈമാൻ പറഞ്ഞു. ശാസ്ത്രീയമായി പ്രവർത്തിക്കാത്ത ഇമേജിനെതിരെ അന്വേഷണ നടപടിയും വേണമെന്നും സുലൈമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിദിനം 55.8 ടൺ മാലിന്യം സംസ്കരണ ശേഷി മാത്രമാണ് ഇമേജിനുള്ളത്. എന്നാൽ ഇവിടെ 75 ടണ്ണിലധികം മാലിന്യമാണ് എത്തുന്നത്. ഇമേജിലെത്തുന്ന ശരീരാവശിഷ്ടങ്ങളും ആശുപത്രി മാലിന്യങ്ങളും 48 മണിക്കൂറിനകം സംസ്കരിക്കണമെന്നാണ് നിയമമെങ്കിലും 1500 ടൺ മാലിന്യം അലസ്യമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. കേരളത്തിലെ 90% ആശുപത്രി മാലിന്യവും എത്തുന്ന ഇമേജ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ലക്ഷക്കണക്കിന് പേർ കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കുന്ന മലമ്പുഴ ഡാമിനെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഇമേജ് പ്രവർത്തിക്കുന്നത്. IMA നേതൃത്വം നൽകുന്ന ഇമേജിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിലും നടപടിയെടുക്കുന്നതിലും കേരളത്തിലെ ആരോഗ്യവകുപ്പിന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്. ഇമേജിലെത്തുന്ന മാലിന്യങ്ങൾ അതിവേഗം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സുലൈമാൻ പറഞ്ഞു. വേസ്റ്റ് ഇടുന്ന ഒരു ജില്ലയായി, വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു ജില്ലയായി മാറി. പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ ഇതുപോലുള്ള ധാരാളം പ്രദേശങ്ങൾ ജലാശയങ്ങളുടെ അടുത്താണ് പലതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആലോചിച്ച് കിഴക്കൻ മേഖലയിൽ ധാരാളം ഡാമുകൾ പരിസരങ്ങളുണ്ട്. മീങ്കര ഡാമും ചുള്ളിയാർ ഡാമും അതിൻ്റെ പരിസരങ്ങളിൽ ധാരാളം കമ്പനികൾ, പരിസ്ഥിതിക്കും ഒക്കെ ആഘാതമേൽപ്പിക്കുന്ന ധാരാളം കമ്പനികൾ പ്രവർത്തിക്കുന്നു. അനധികൃതമായി ധാരാളം കോറികൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം പുറമെയാണ് ഏറ്റവും അപകടകരമായ രീതിയിൽ ലക്ഷക്കണക്കിന് വരുന്ന പാലക്കാട്ടെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന മലമ്പുഴ ഡാമിനോട് ചേർത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി കുറച്ചു കാലമായി, വർഷങ്ങളായി പ്രവർത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ജനപക്ഷത്ത് നിൽക്കുന്ന പാർട്ടി എന്ന അർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി നേതൃത്വം ഇമേജ് നേരിട്ട് സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ജില്ലാ കളക്ടറുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ഈ പ്രശ്നങ്ങൾ, നിങ്ങൾക്കുണ്ടായ ആശങ്ക കളക്ടറുമായി പങ്കുവെച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം, ഇതെങ്ങനെ, ആരാണ് ഇതിന് അനുമതി കൊടുത്തത്? ഒരിക്കലും ഡാമിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു കമ്പനി
പ്രവർത്തിക്കാൻ അനുമതി പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ അവിടെ ആ അനുമതി നിഷേധിച്ചു കഴിഞ്ഞാൽ കൂട്ടിയിട്ടിരിക്കുന്ന 1500 ടൺ വരുന്ന ഹോസ്പിറ്റൽ മാലിന്യം, ശരീരാവശിഷ്ടങ്ങൾ, സിറിഞ്ചുകൾ, മുറിച്ചു മാറ്റപ്പെട്ട അവയവങ്ങൾ തുടങ്ങി ഒട്ടനവധി കേരളത്തിലെ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ശേഖരിച്ചു കൊണ്ടുവരുന്ന ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് പറളി, എം ദിൽഷാദ് അലി, സെക്രട്ടറി ഷാക്കിർ പുലാപ്പറ്റ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വാതന്ത്ര്യത്തിന്റെ 80ാം പിറന്നാൾ ആഘോഷമാക്കി നാട്. വിവിധ സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും ക്ലബ്ബുകളിലും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പതാക ഉയർത്തി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് DRM മധുകർ നോട്ട് പതാക ഉയർത്തി. In freight operation, the division achieved loading of 7.335 million ton during 25-26, which has surpassed the annual target of 7.320. During April to July 26, റെയിൽവേ സായുധ സേന, NCC, സ്കൗട്ട് തുടങ്ങിയ വിഭാഗങ്ങൾ പരേഡിൽ പങ്കെടുത്തു. കോട്ടായി വരോട് കണ്ണച്ചിപ്പറമ്പ് വിശ്വഭാരതി പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടു. STV ഓഫീസിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അക്കൗണ്ടന്റ് പ്രസാദ് പതാക ഉയർത്തി. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. പ്രധാനാധ്യാപിക PP ചന്ദ്രിക പതാക ഉയർത്തി വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പറളി പഴയങ്ങാടി അംഗൻവാടിയിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് അംഗം ബിന്ദു പതാക ഉയർത്തി. പറളി മദ്രസത്തുൽ മുജാഹിദീനിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സദർ മുദരിസീൻ ഫാറൂഖ് മൗലവി പതാക ഉയർത്തി. പറളി എടത്തറ മുജാഹിദീൻ സെക്കൻഡറി മദ്രസയിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മസ്ജിദുൽ മുജാഹിദീൻ മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം പതാക ഉയർത്തി. വിവിധ തരത്തിലുള്ള മത്സര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. മങ്കരയിൽ തണൽ മരങ്ങൾ നട്ട് പരിസ്ഥിതി പ്രവർത്തകരുടെ വേറിട്ട സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. മങ്കര പഞ്ചായത്തും പരിസ്ഥിതി പ്രവർത്തകരും സംയുക്തമായിട്ടാണ് തണൽ മരങ്ങൾ നട്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. മങ്കര ഗ്രാമപഞ്ചായത്ത് അതുപോലെ ബ്രിട്ടീഷ് പാർട്ടി നേതൃത്വത്തിലുള്ള ഒരു വൃക്ഷത്തൈ നടി യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകളോടൊപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കുത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ അതിവിപുലമായി ആഘോഷിച്ചു. ചടങ്ങിൽ RK സുകുമാരൻ, PV ഭാസ്കരൻ എന്നിവരുടെ സ്മരണയ്ക്കായി ഫോട്ടോ അനാച്ഛാദനവും നടത്തി. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഗുണവശങ്ങളും അന്നത്തെ അവർ ചെയ്തതിൻ്റെ വളരെ വിലപ്പെട്ട സംഭാവനകളായിരുന്നു. അതിനെ ഇന്നും തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഓർമ്മിപ്പിക്കുക എന്നുള്ളത്, ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും സാധാരണമായി കാലഘട്ടമായിരുന്നു അവസ്ഥയിലാണ്. അപ്പം അത് ഈ ദിവസം തന്നെ അവരുടെ ഓർമ്മകൾ പുതുക്കാൻ അവർ ഈ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉപരി ഈ നാട്ടിനകത്ത് ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് സ്മരിക്കുക എന്നുള്ള ഒരു പത്തരിപ്പാലയിൽ അന്തേവാസികൾ താമസിക്കുന്ന പത്തരിപ്പാലയിലെ കാരുണ്യഭവനിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. കാരുണ്യഭവൻ ചെയർമാൻ VE ഷാജഹാൻ മുണ്ടൂർ പതാക ഉയർത്തി. ലോകരാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മിക്ക ലോകരാഷ്ട്രങ്ങളിലും ഇന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും യുദ്ധങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കിന്ന് സമാധാനത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നത് തന്നെ ദൈവത്തിനെ സ്തുതിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് എല്ലാ നിലയ്ക്കും നമുക്കൊരു ശാന്തി സമാധാനമുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ കാരുണ്യഭവനം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന
കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വായനശാല പ്രസിഡന്റ് റിൻസി അനീഷ് പതാക ഉയർത്തി. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 80ാമത് വാർഷികം നാം ആഘോഷിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ടുള്ള ഈ 80 വർഷങ്ങൾ, കടന്നുപോയ 80 വർഷങ്ങൾ നമ്മുടെ പൂർവ്വസൂരികളായ പൂർവ്വപിതാക്കൾ ജീവൻ നൽകി നേടിയെടുത്തതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. 1919 ജാലിയൻവാലാബാഗും 1920 നിസ്സഹകരണ പ്രസ്ഥാനവും 1921 മലബാർ ലഹളയും ഉൾപ്പെടെയുള്ള വലിയ വലിയ ജീവനേറ്റമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മുള്ളൂർക്കര ടൗൺ പള്ളി ജുമാ മസ്ജിദ് അങ്കണത്തിൽ മഹല്ല് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തി. ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലത്ത് വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സബ് കളക്ടർ അഞ്ജിത് സിംഗ് ദേശീയ പതാക ഉയർത്തി. Of course, a day with a lot of glory, lot of sacrifice, but youngsters must understand that they have to take this nation forward. Many people have served this country. We are serving this country in different forms. People in uniform are there. People from educational backgrounds are there. People from other sectors are here. My team from revenue is here. We are all making efforts to take this nation forward. News Desk STV. മുള്ളൂർക്കര വാഴക്കോട് വളവിലുള്ള വീടുകളിൽ വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം. വീട്ടിലുണ്ടായിരുന്ന വാഴയും തെങ്ങും മറ്റു ഫലവൃക്ഷങ്ങളും നശിപ്പിച്ചു. കാട്ടാന ശല്യത്തെ തുടർന്ന് ജനങ്ങൾ ആശങ്കയിലാണ്. വാഴക്കോട് അത്താണിപ്പറമ്പിൽ മുസ്തഫയുടെ വീടിന് പിൻവശത്തുള്ള നിരവധി വാഴകളും തെങ്ങും മറ്റു ഫലവൃക്ഷങ്ങളും ആനകൾ വന്ന് ഭക്ഷിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. ഉടൻ തന്നെ ശബ്ദമുണ്ടാക്കി ആനയെ തുരത്താൻ നോക്കിയെങ്കിലും ആന പോകുന്ന മട്ടില്ലായിരുന്നു. തുടർന്ന് വീണ്ടും ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്നാണ് ആനകൾ തിരിച്ചു പോയത്. തുടർന്ന് സമീപത്തുള്ള ആനകളുടെ പറമ്പിലേക്കും സമീപത്തുള്ള ആളുകളുടെ പറമ്പിലേക്കും ആനകൾ കയറി. അവിടെയും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവിൽ ആനയൂട്ട് മഹോത്സവം സംഘടിപ്പിച്ചു. ആനയൂട്ടിനോടനുബന്ധിച്ച് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും പാണ്ടിമേളവും സംഘടിപ്പിച്ചിരുന്നു. ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂരിന്റെ തിരുസന്നിധിയിൽ വീണ്ടും ഒരു ഉത്സവകാലങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആനയൂട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ ഒരു പൂർണ്ണ വിജയമാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലും വളരെ നിരക്കേറിയൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇതോടുകൂടി ആഴ്ച സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇതേ സമയം ഇതേ ദിവസം. ആഴ്ചക്കാഴ്ച നിങ്ങൾക്കായി സമർപ്പിച്ചത് KSFE ഷൊർണൂർ ബ്രാഞ്ച്.